സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് മൊത്തം ശോകമാണ്, ഒരു രസമില്ല, മൊത്തം ബോറടിപ്പിച്ച് മനുഷ്യനെ കൊന്നു കളയുന്ന രീതിയിലാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ബോറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടുരാജാവ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഒക്കെയാണ് ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഏതൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് അലമ്പാക്കാൻ ജാസ്മിനെ കഴിഞ്ഞ് വേറൊരാളില്ല. അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അലമ്പാക്കി കൈ കൊടുക്കും. ചുമ്മാ ചന്ത വർത്താനം പറയാൻ മാത്രമല്ലാതെ ഒരു ടാസ്ക് മികച്ച രീതിയിൽ, അത് കോമ്പറ്റീറ്റീവ് ടാസ്ക് ആണെന്നുണ്ടെങ്കിലും ഫൺ ടാസ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ മോശമായ രീതിയിൽ എടുത്ത് അതിനെ മോശമായിട്ട് തന്നെ ആക്കി തീർക്കാൻ ജാസ്മിനെ കഴിഞ്ഞ് വേറൊരാളില്ല. ഏത് ടാസ്ക് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വിജയിക്കില്ല എന്നത് പോട്ടെ, അത് പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിലൊന്നും കളിച്ച് ജാസ്മിനെ കൊണ്ട് വിജയിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പോലും അതൊരു ഫൺ ടാസ്കുകളൊക്കെ ഫണ്ണായിട്ട് എടുത്ത് ഫണ്ണായിട്ട് തന്നെ അതിനെ ഒന്ന് അവസാനിപ്പിക്കാൻ പോലുമുള്ള ശ്രമങ്ങൾ പോലും നടത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. കാരണം ഇന്ന് പറയുന്ന നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയുമ്പോൾ അത് ബോറ് തന്നെ പരിപാടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സായി ആണെന്നുണ്ടെങ്കിലും സിജോ ആണെന്നുണ്ടെങ്കിലും ചെയ്തിരുന്നു. നമുക്കറിയാം ഒരു ബോറൻ ടാസ്ക് തന്നെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ലൈവിൽ അത് ബോറായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ജിൻഡോയും വന്നു. ഈ പറയുന്നത് പോലെ കുറച്ച് തമാശകളും രസവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടാസ്കും ഗെയിമും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം അത് ഈ പറയുന്നത് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കഴിവുകൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും അല്ല. ജിൻഡോ തന്നെ ഈ പറയുന്ന ഒരു രാജ്ഞിയുടെ അധികാരം നമ്മുടെ ജാസ്മിന് കൈമാറുന്നു. അത് കഴിയുമ്പം ജാസ്മിൻ്റെതായ ഒരു രീതിയിൽ അതിനെ ഫണ്ണാക്കി എടുക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അത് ഫണ്ണാക്കി എടുക്കുക എന്നതിലുപരി കുറച്ച് സീരിയസ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസും അതിനെ സീരിയസ് ആയി എടുത്ത് ഈ പറയുന്ന രജ്ഞിയുടെ കയ്യിലുള്ള നമ്മുടെ ദണ്ടും അതുപോലെ തന്നെ ആ താക്കോൽ കൂട്ടങ്ങളും തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടന്നത്. സിജോ ഈ ഒരു ദണ്ട് തട്ടിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു വാക്കുതർക്കത്തിലെത്തുകയും അതിൻ്റെ ബിഗ് ബോസ് പറയുന്ന ആ ഒരു റൂളൊന്നും അനുസരിക്കാതെ ജാസ്മിൻ മാറിയിരിക്കുകയും ആ ടാസ്കിനോട് സഹകരിക്കാതെ വരികയും പിന്നെ ഒറ്റപ്പെടൽ നാടകവും കരഞ്ഞ നിലവിളിക്കലും മാറിയിരിക്കലും തന്നെയാണ് ജാസ്മിൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കൂട്ടത്തർക്കം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ടാസ്ക് മനസ്സിലാക്കിയില്ല, ഇന്നലെ അങ്ങനെ ചെയ്തു. അതായത് സ്വന്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് സമ്മതിക്കുക, സ്വന്തമായി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുക. അത് മറ്റുള്ളവർ ചെയ്തില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്നൊക്കെ പറയേണ്ട കാര്യമില്ല അതിനകത്ത്. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ പൊളിച്ചടുക്കി കൊടുത്തു. ജാസ്മിന് കൂടുതൽ അവിടെ ഒന്നും വോയിസ് ഉണ്ടായിരുന്നില്ല. കൂടുതലും വെറുതെ ഇരുന്ന് വളവളാന്നും പറഞ്ഞുകൊണ്ട് വെറും തീർത്തും എന്താ പറയുക തറ വർത്താനം പറയാമെന്നല്ലാതെ മികച്ചൊരു ടാസ്ക് അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം ഒരു ബോറൻ ടാസ്ക് ആയിരുന്നിട്ട് കൂടി അവരൊരു മനോഹരമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് എന്താ പറയുക ഫണ്ണൊക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതുപോലും മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യാർത്ഥം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തോ ആണെന്ന് ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാളി, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു കഴിവില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അതായത് ടാസ്ക് തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ആ ഒരു സ്ഥാനം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് മെഴുകുന്ന ഒരു ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത്. അന്ന് തെറ്റുകൾ പോലും സമ്മതിക്കാതെ പിന്നെ അവിടെ ഇപ്പുറത്തും ഒക്കെ മാറിയിരുന്ന് പോയിട്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചാക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. അതായത് എല്ലാവരുടെയും കൂടെ ഇരുന്ന് മറ്റുള്ളവരെ ഇതൊക്കെ ചെയ്യുമ്പം ജാസ്മിന് പ്രശ്നങ്ങളൊന്നുമില്ല. ജാസ്മിന് നേരെ ഇത് തിരിഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു ടാസ്ക് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ അതിൻ്റെ രസം എന്ന് പറയുന്നത് ബിഗ് ബോസ് പോലും എന്താ പറയുന്നത് ജാസ്മിന് അധികാരം നഷ്ടപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയ ഒരു 5 മിനിറ്റ് പോലും അല്ല, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അധികാരം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വേറെ ആരും ഏറ്റെടുത്തുമില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം ബിഗ് ബോസിനും തോന്നി ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ, ആ ടാസ്ക് തന്നെ ബിഗ് ബോസും അങ്ങോട്ട് നിർത്തിപ്പിച്ചു. ഇത് മതി, പരിപാടി നിർത്തിക്കുക മക്കളെ എന്ന് പറഞ്ഞു. എന്തായാലും ഈ പറയുന്ന നാട്ടുരാജാവ് എന്ന് പറയുന്ന ബോറൻ ടാസ്കും അവസാനിപ്പിച്ചു. ആ ഒരു ടാസ്ക് കുളവാക്കി ജാസ്മിൻ കയ്യിൽ തന്നിട്ടുമുണ്ട്. ഇന്നലെ നോറയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ജാസ്മിൻ, നോറ ഇന്നലെ മറ്റൊരു രീതിയിൽ, ഇന്ന് ജാസ്മിൻ മറ്റൊരു രീതിയിൽ. എങ്ങനെയെങ്കിലും ടാസ്കിനെ കുളവാക്കാൻ ഇവർ രണ്ടുപേരും രംഗത്തുണ്ട്. അപ്പോൾ ഇതിനപ്പുറം ലൈവിൽ അപ്ഡേറ്റുകളൊന്നും നടക്കുന്നില്ല. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.